ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു എഗ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 3 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്രയും മുട്ട ഫസ്റ്റ് തന്നെ പുഴുങ്ങി മാറ്റി വയ്ക്കുക. ഇനി ഇതിനായിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. ഗ്രേവിക്കായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മസാലകളെല്ലാം ഒരു ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കണം. ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയാത്തത്, നിങ്ങൾ മുട്ട കൂടുതൽ എടുക്കുമ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ തേങ്ങ എടുക്കുന്നതിൻ്റെ അളവിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ അരപ്പ് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും അരപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, ചൂടുവെള്ളത്തിൽ മാത്രമേ കഴുകി ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പച്ച അരപ്പിൻ്റെ ടേസ്റ്റ് വരും. ഇനി മിക്സിയുടെ ജാറെല്ലാം കഴുകി ഒഴിച്ച ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കി എടുക്കണം നമുക്കിത് കേട്ടോ. അപ്പം ഇത് ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അരപ്പ് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഇച്ചിരി നന്നായിട്ട് തന്നെ കുറുക്കി എടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് അല്പം കൂടി ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒന്ന് അടപ്പ് വെച്ച് മൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം.